അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാന്മാരോട് സഹായം തേടാൻ പ്രാർത്ഥിക്കാൻ ഹദീസുകൾ തെളിവുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉന്നതരായ ആത്മാക്കളോട് അഭയം തേടിയിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ആ ഹദീസിലുള്ളത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായ സർവ്വ ഷർറുകളിൽ നിന്നും കലിമാത്തുള്ളയോട് അഭയം തേടുന്നു എന്നാണ്. ഈ കലിമാത്തുള്ള എന്ന് പറഞ്ഞാൽ ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് സബത ഫി ഇൽമിൽ മഅഖൂലാത്തി അന്ന ആലമൽ അർവാഹി മുസ്തൗലിൻ അല ആലമിൽ അജ്സാദ്, നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിൻ്റെ പ്രപഞ്ചത്തെക്കാൾ മരണപ്പെട്ടു പോയ ഉന്നതരായ ആത്മാക്കൾക്കാണ് സ്ഥാനം. വഇന്നമാ ഹിയൽ മുദബ്ബിറാത്തുൽ ഉമൂർ, അതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലും അവരാണ്. അതുകൊണ്ട് ഈ കലിമാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അർവാഹുൽ ആലിയ വ അർവാഹുൽ മുഖദ്ദസ, പവിത്രരായ ഉന്നതരായ ആത്മാക്കളാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ഉന്നതരായ ആത്മാക്കളെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിയതായിട്ടാണ് ഈ ഹദീസിലുള്ളത് എന്നാണ് ഇവർ പറയാറുള്ളത്. ഇത് തെറ്റായൊരു പ്രചരണമാണ്. കാരണം കലിമാത്തുള്ള അഊദു ബികലിമാത്തില്ലാഹി താമ്മ എന്ന് പറയുന്ന കലിമാത്തുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത് മരണപ്പെട്ടു പോയവരല്ല, മറിച്ച് ഇബ്നു ഹജർ അൽ അസ്കലാനി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഈ ഹദീസ്, പല റിപ്പോർട്ടുകളിലും വന്ന ഈ ഹദീസ്, ഇബ്നു ഹജർ അൽ അസ്കലാനി ഇതിനെക്കുറിച്ച് പറയുന്നത് അന്ന കലാം അല്ലാഹി ഗൈറു മഖ്ലൂഖിൻ, അള്ളാഹുവിൻ്റെ കലാം കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സൃഷ്ടിയല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ കലാമാണ്. വയഹ്തജ്ജു ബിഅന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് അദ്ദേഹം തെളിപിടിക്കുകയാണ്, ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, സൃഷ്ടിയെ കൊണ്ട് അഭയം തേടരുത്, ഖാലിഖിലാണ് അഭയം തേടേണ്ടത്. അതുകൊണ്ട് കലിമാത്തുള്ള അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ കലിമാത്ത് എന്നുള്ളത് സൃഷ്ടിയല്ല. സൃഷ്ടിയാണെങ്കിൽ, പടപ്പാണെങ്കിൽ, പടപ്പുകളാണെങ്കിൽ അതിനോട് അഭയം തേടാൻ പ്രവാചകൻ പറയില്ല എന്ന ഹദീസ് കൊടുത്തിട്ടാണ് ഇബ്നു ഹജർ പറയുന്നത് കലിമാത്തുള്ള എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒന്നും അല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അല്ല എന്ന്. മാത്രമല്ല فاعلم أن المراد بكلمات الله هو قوله تعالى إنما قولنا لشيء إذا أردنا أن نقول له كن فيكون. കുൻ ഫയക്കൂൻ, ഉണ്ടാവുക എന്ന് ഒന്നിനോട് അള്ളാഹു പറഞ്ഞാൽ അത് ഉണ്ടാകും എന്നുള്ള കുൻ ഫയക്കൂൻ എന്ന കലിമാത്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും ലാ തഹ്സുൽ ഇസ്തിആദതു ബില്ലാഹി ഇല്ലാ ലിഖൗനിഹി മൗസൂഫൻ ബിദിൽകൽ ഖുദ്റ, ഈ കലിമാത്തുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത് കുൻ ഫയക്കൂൻ എന്ന കലിമത്താണ്, അതിലേക്ക് ആണ് അഭയം തേടുക എന്നർത്ഥമാക്കുന്നത്, അതല്ലാതെ മറ്റുള്ളവയിലേക്ക് അഭയം തേടുക എന്നർത്ഥമാക്കുന്നത് നല്ലതല്ല എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറയുന്നത് ലം യസ്തഈദ ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ തൊട്ടല്ലാതെ അഭയം തേടരുത് എന്നാണ്. വലം യൽതജി ഇല്ലാ ഇലല്ലാഹ് വലം യൽതജി ഇല്ലാ ഇലല്ലാഹ് വലം യഅവിൽ ഇല്ലാ അലല്ലാഹ്, അള്ളാഹുവിൽ മാത്രമേ അഭയം തേടാവൂ, അള്ളാഹുവിലേക്ക് മാത്രമേ മടങ്ങാവൂ എന്ന് ഇമാം റാസി പോലും പറയുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കലിമാത്തുള്ള കൊണ്ട് അർത്ഥമാക്കുന്നത് മഹാന്മാരുടെ ആത്മാക്കളാണ് എന്നുള്ളത് കേവലം ഇൽമുൽ മഅഖൂലാത്തിൽപ്പെട്ട ആളുകളുടെ ജൽപ്പനം മാത്രമാണ്. അത് ഖുർആന്റെയും ഹദീസിന്റെയും പിൻബലമില്ല. ഖുർആന്റെയും ഹദീസിന്റെയും പിൻബലമുള്ളത് അള്ളാഹുലല്ലാതെ മറ്റാരെയും അഭയം തേടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ചർച്ച കൊണ്ടുവന്ന സാക്ഷാൽ ഇമാം റാസി പോലും ഇത് അംഗീകരിക്കുന്നില്ല. ഇബ്നു ഹജർ അൽ അസ്കലാനി ഇതിനെ ഖണ്ഡിക്കുന്നത് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോടും അഭയം തേടരുത് എന്ന ഹദീസ് കൊണ്ടാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.